ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പച്ചടി റെസിപ്പി ആയിട്ടാണ്. പച്ചടി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പച്ചടി ക്യാരറ്റ് പച്ചടിയാണ്. ക്യാരറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടി. നമ്മുടെ ചാനലിൽ കുറച്ച് പച്ചടി റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് പിന്നീടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് അത്രമാത്രം മതിയാവും. 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഇത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. ക്യാരറ്റ് ഇവിടുന്ന് കുക്കായി വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് പച്ചടിയിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് കൂടുതൽ വേണ്ട, കുറച്ച് മതിയാവും. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പച്ചമുളകും കൂടെ ചേർത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം കൂടുതൽ വേണ്ട, ഒരു 1/4 കപ്പ് അളവിലൊക്കെ മതിയാവും. അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയിൽ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാത്രം വെള്ളം ബാക്കിയുണ്ട്, കാണാമല്ലോ അല്ലേ. ഇനി നമുക്കിത് അടച്ച് വെക്കണ്ട. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ ചേർക്കുന്നതാണെങ്കിൽ ക്യാരറ്റ് വെന്തടിഞ്ഞു പോവും. അതുകൊണ്ടാണ് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ കഷ്ണമാണ് ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുകയേ വേണ്ട, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ വെല്ലത്തിന് പകരം വേണമെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് മധുരം ഉണ്ടല്ലോ, അപ്പോൾ ആ മധുരം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്, മധുര പച്ചടിയൊക്കെ കഴിക്കുന്ന പോലെ ആവാൻ വേണ്ടിയിട്ടാണ് വെല്ലം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങയുടെ ആ റോ ടേസ്റ്റ്, ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയുടെ റോസ് സ്മെല്ലൊക്കെ മാറി തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. തൈരിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുത്തതാണ്. സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടൊക്കെ തൈര് ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തിളപ്പിച്ചെടുക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ പിരിഞ്ഞു പോവും, ഇല്ലെങ്കിൽ ലൂസായിട്ട് വെള്ളം പോലെ അങ്ങ് ലൂസായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് വേവിക്കുന്ന സമയത്താണല്ലോ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പച്ചടി കംപ്ലീറ്റ് ആവണമെങ്കിൽ കടുക് വറുത്തിടണം. അപ്പോൾ നമുക്കിനി കടുക് താളിച്ചെടുക്കാം. കടുക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് പച്ചടി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടിരിക്കും. ഇതിൻ്റെ ചൂടാറി വരുമ്പോൾ തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലിലെ മറ്റുള്ള പച്ചടി റെസിപ്പീസൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്